ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റേഴ്സ് വ്ലോഗ്. അപ്പോൾ ഇന്ന് 13-ാം തീയതി രാവിലെ 8 മണിയാവറായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെ വാരണാസിക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 203 കിലോമീറ്ററും കൂടെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് വാരണാസി ചെന്നെത്തും. അവിടെ ദേവദീപാവലിയുടെ ഭാഗമായിട്ട് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളായിട്ട് ഉദ്ഘാടനം എന്തൊക്കെയോ പരിപാടികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കാരണം നമുക്ക് റൂമൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടി എന്ന് നമുക്കിപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല. നമ്മുടെ ഈ അവിടെയുള്ള നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കി എന്ന് പറഞ്ഞു. ഇനി അവിടെ പോയാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ക്ലിയറായിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നത് വെറുതെ ഭയങ്കര വെയിലാണ്, വല്ല ജാട കാണിക്കാനല്ല, വെയിലടിച്ചിട്ട് റോഡ് കാണാൻ വയ്യ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു ന്യൂസ് ചെറുതായിട്ടൊന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് അവിടുത്തെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം ഉദ്ഘാടനത്തിന് വരണമെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് നല്ല ടൈറ്റ് സെക്യൂരിറ്റിയും അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അറിഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയില്ല, പോയി കണ്ടു നോക്കാം. ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് നേപ്പാൾ വഴി ഇങ്ങനെ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് വാരണാസി എന്നൊരു പേരുള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള 5 പേരിലും വാരണാസി എന്ന ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അതിങ്ങനെ ഡെവലപ്പായി ഇങ്ങനെ കറങ്ങി വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ എത്താൻ പോകുന്നല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഒരു സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമാണ്. കുട്ടു, നിനക്ക് എങ്ങനെയുണ്ട്? എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഈ ഇരിപ്പ് ഇരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് അവിടെ എത്തുക. ഓക്കെ, ഇത് സോ ഹാപ്പി. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച ഡെസ്റ്റിനേഷൻ എത്താൻ പോവുകയാണ്. ഇവിടുന്ന് 200 കിലോമീറ്റർ ഉണ്ട്. ഇതിനിടയ്ക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ വളരെ കുറവാണ്. ഇന്നലെ രാത്രി തന്നെ എത്താനുള്ളതായിരുന്നു. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് വെളുപ്പാൻ്റെ അവർ തന്നെ നമ്മൾ എത്താനുള്ളതായിരുന്നു. വരുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ 2 ചാർജിങ്ങിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത മെഷീൻസ് കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ ചെറിയ സംതിങ് ഇഷ്യൂസ് ആയിട്ട് നമുക്ക് ഇന്നലെ ഒരു കാരണവശാലും ഓടാൻ പറ്റാതായി. അങ്ങനെ ഇന്ന് രാവിലെയാണ് ഒരു ചാർജിങ് പോർട്ട് കിട്ടിയത്. അങ്ങനെ അത് റെഡിയായി. ഇന്ന് രാവിലെയാണ് റിട്ടേൺ തിരിച്ചത്. ഞങ്ങൾ ഈ ചാർജിങ് പോർട്ടിൽ ഇന്നലെ ഏകദേശം ഒരു 12 മണി 1 മണിയോടുകൂടി 2 ചാർജിങ് പോർട്ടിൽ നമ്മൾ എത്തിയായിരുന്നു. ലാസ്റ്റ് ഒരു 10% കൊണ്ടാണ് നമ്മൾ ഈ 2 ചാർജിങ് പോർട്ടിൽ ഏകദേശം ഒരു ചാർജിങ് പോർട്ടിൽ നിന്ന് അടുത്ത ചാർജിങ് പോർട്ടിൽ ഏകദേശം ഒരു 40-40ഓളം കിലോമീറ്റർ ഓടിയെത്താറുണ്ടായിരുന്നു. അതിൽ നമ്മൾ 10% വച്ച് മാക്സിമം ലിമിറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ ഒരു അടുത്ത ചാർജിങ് പോർട്ടിലോട്ട് എത്തിയത്. അങ്ങനെ അതിൻ്റെ സംതിങ് ചെറിയ ഇഷ്യൂ കാരണമാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് വെളുക്കുന്ന ഒരു 5 മണി 6 മണിയോടുകൂടി നമ്മൾ എന്തായാലും എത്തേണ്ടതായിരുന്നു. ഇതിപ്പോൾ നമ്മളിപ്പോൾ എത്തുമ്പോൾ ഏകദേശം ഒരു 11 മണി കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ബ്ലോക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരിക്കും എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ വണ്ടി ഓടിക്കുന്ന ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ല പശുവിനാണ് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട്. അത് പറയേണ്ട മെയിൻ കാര്യമാണ്. നമ്മളിപ്പോൾ റോഡിൽ ഡിവൈഡർ ഇല്ലെങ്കിലും ഇതല്ല, ഇവിടെ മെയിനായിട്ട് പശു ഉറപ്പായിട്ടുണ്ടായിരിക്കും. നമ്മൾ അത്രയും സൂക്ഷിച്ചു പോകണം. ഒരു ഇതും ഇല്ലാതെ പെട്ടെന്ന് എവിടെന്നെങ്കിലൊക്കെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരും. ഇപ്പം നോക്കിയാലും ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ ഇവിടേക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്തപ്പോഴത്തേക്ക് അത് കാണാനില്ല, പോയി. ഇത്രയും നന്നായിട്ട് റോഡ് കിടക്കും. ഇതേപോലത്തെ ഒരു വളവ് ആ ഒരു പോർഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഇത് വഴി കയറി അങ്ങ് നിൽക്കുക. ഹോൺ അടിച്ചാൽ മാറതുമില്ല. അവിടെ കിടന്ന് നമ്മൾ പിന്നെ കിടന്ന് ചവിട്ടി പിടിച്ച് ഒരു റോഡ് അത്ര നല്ല റോഡ് ഇടയ്ക്കിടയ്ക്ക് വളരെ മോശം എന്ന് പറയാൻ പറ്റും. അല്ലേ, ഏറ്റവും നല്ല റോഡ് ഹൈദരാബാദ് തന്നെയാണ്. അത് ബാംഗ്ലൂർ അപേക്ഷിച്ച് നോക്കണമെങ്കിലും ഇത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ലേ. ടോൾ വാങ്ങുന്നതിന് നമുക്ക് ടോളിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അന്യായ അറക്കലാണ് ഇവിടെ ടോളിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ സാധാരണ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ബഡ്ജറ്റ് വെച്ച് നമുക്ക് എങ്ങനെ പോകാമെന്നുള്ള പ്ലാനൊക്കെ ഇട്ടെല്ലാം സെറ്റായി വന്നിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതലും പണി പാളി നിൽക്കുന്നത് ഇവിടുത്തെ ടോൾ ബൂത്തിൽ കൊടുത്ത പൈസയാണ്. ഓരോ ടോൾ ബൂത്തിൽ കയറുമ്പോഴത്തേക്കും 150 180 എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനു വേണ്ടിയുള്ള റോഡുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് അത്യാവശ്യം നല്ല വീതി കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ ഗട്ടറും ഇല്ല. പക്ഷേ ഇത് ഇങ്ങനെ തിട്ടയടി ഇടിച്ചിടിച്ച് വണ്ടിയിൽ പോകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നാൽ കൊള്ളാം. അങ്ങനത്തെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ബാംഗ്ലൂരിലത്തെ റോഡൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മോശം എന്നേ പറയാൻ പറ്റുള്ളൂ.
എങ്കിലും നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആണ്. മിനിമം ഒരു 50 കിലോമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ 25 കിലോമീറ്റർ മോശമായിരിക്കും. അങ്ങനെ ഒരു ചെറിയ കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50 കിലോമീറ്റർ 25 കിലോമീറ്റർ മോശമായിരിക്കും. എന്തായാലും ടോള് കൊടുക്കണതിന് വെറുതല്ല. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം വന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലൈമറ്റ് നമ്മളെ ബാധിച്ചത് ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഈ ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു ചെറിയ പ്രശ്നം കാരണം നമ്മളിവിടെ ഇങ്ങനെ സ്റ്റക്കായതുപോലെ ആയിരുന്നു. രാത്രി ഫുള്ള് ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ചാർജിങ് സ്റ്റേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, അത്രയും തണുപ്പാണ്. അതാണ് ഈ ജാക്കറ്റൊക്കെ വരി ഇട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തണുപ്പാണ്. എന്നാൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചൂട് കൂടി നോർമൽ ഒരു ഇതിലോട്ട് പോകും. രാത്രി സമയത്ത് സഹിക്കാൻ വയ്യ. ഒരു വണ്ടി പോയാൽ അതിന് ശേഷമുള്ള പൊടിയാണ്. ഇതുവരെ കുഴപ്പമില്ലായിരുന്നു, ഇവിടെ എത്തിയപ്പോൾ കഴിഞ്ഞു. ഇതേപോലെ സാധനങ്ങളൊക്കെ വിൽക്കാൻ നിൽക്കുന്ന പിള്ളേർ. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു തണുപ്പ് കാലത്ത് രാവിലെ സമയത്ത് നമുക്ക് AC ആവശ്യമില്ല. സത്യം പറഞ്ഞു, നമുക്ക് ഗ്ലാസ് താത്തിട്ട് പോയി കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. AC അല്ല, ഗ്ലാസ് താത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പൊടി അടിച്ച് ചാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിനകത്ത്. അയ്യോ, ഇവിടുത്തെ ലോറി ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഈ റോഡിൽ പോണത് കാറോ ബൈക്കോ ഒന്നുമല്ല, ഇതേപോലെ ചരക്ക് ലോറികളാണ്. നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവം പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പല പ്രാവശ്യവും ഇവർക്ക് സൈഡ് തരാനും വലിയ മടിയാണ്. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു സൈഡിൽ കൂടെ നമ്മുടെ ജീവൻ നമ്മൾ നോക്കി പൊക്കണം. വീണ്ടും ഒരു ഗർത്തം. പിന്നെ ഫുഡ് ഒക്കെ നല്ല ഫുഡൊക്കെ കിട്ടാൻ പാടാണ് ഹോട്ടലിൽ. നമുക്ക് പിടിക്കുന്ന ഹൈവേയിൽ കിട്ടുമെന്നില്ല അല്ലേ? ഇവിടെ കൂടുതലും നമുക്ക് അവിടേക്കുള്ളത് പോലത്തെ ഹോട്ടലുകളല്ലേ, ഡാബ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലാണ് ഇവിടെ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതും നമുക്ക് നോർത്തിലുള്ള ഈ ഒരു ഫുഡ് നമുക്ക് സൗത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മളധികം കഴിക്കാനും പോയില്ല. നമ്മൾ എന്തൊക്കെയോ കുറേ ഐറ്റമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ചോദിച്ചപ്പോൾ ഡാലും പിന്നെ ചാവലെന്ന് പറയും, ചാവലും ഡാലും, അത് ചോറും കടലക്കറി ആയിരിക്കും. അങ്ങനെ എന്തോ സാധനം. പിന്നെ റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കി വിട്ടു. അല്ലാതെ ഇവിടുത്തെ നമുക്ക് എന്തായാലും കുറച്ച് ദൂരമൊക്കെ പോവില്ലേ, വെറുതെ വയറ് കേടാക്കിയിട്ട് കിടന്ന് റിസ്ക് എടുക്കണ്ടല്ലോ. അതിന് വെള്ളത്തിന് പോലും ക്ഷാമമുള്ള നാടാണ്. എന്ത് ചെയ്യും മല്ലയ്യ. പിന്നെ ഇവിടുത്തെ ഒരു വൃത്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നിട്ട് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് UP യിലൊക്കെ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഉണ്ടല്ലോ. അവിടുത്തെ നമ്മൾ കേരളത്തിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈവേകളിലൊക്കെ ഈ വേസ്റ്റ് ഇടുന്നത്, പ്ലാസ്റ്റിക്, ഫ്ലക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. പിന്നെ നമ്മൾ ഈ സമയം വരെ റോഡിൻ്റെ സൈഡിൽ ഒരു ഫ്ലക്സും കണ്ടില്ലല്ലോ. ഫ്ലക്സ് ടൗൺ ഭാഗത്തേക്കുള്ളൂ. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും പൊതുവെ മൊത്തത്തിൽ കുറവാണ്. ഇവിടെ കൂടുതലും രണ്ട് സൈഡിലും കുറെ വയലും പാടങ്ങളായിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇവിടെ മൊത്തം പൊടിയാണ് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് തോന്നിയ കാര്യം. ടൗണിലായാലും ഹൈവേയിലായാലും ഒത്തിരി നല്ല പൊടി ശല്യമുണ്ട്. മൊത്തത്തിൽ പൊടിയും പശുവിനെ പറ്റി ഇവിടെ നമുക്കൊന്നും പറയാൻ പറ്റൂല. പേടിയാണ്, സത്യത്തിൽ പേടിയാണ്. ആരൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെ നമ്മളെന്താ പറയുക, വൃത്തിയുടെ കാര്യത്തിൽ ഇവിടെ അധികം റോഡിലൊന്നും അധികം പ്ലാസ്റ്റിക്, ചവറ്, കൂന ഇങ്ങനെ വാരിക്കൂട്ടി ഇടുന്ന ഒരു പരിപാടി കണ്ടില്ല. ചിലപ്പോൾ ഇത് ഇവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ അല്ല ചെറിയ ഗ്രാമങ്ങളിലൂടെ അതാ ഇപ്പോഴും കാണിച്ചില്ല അടുത്ത് കണ്ടാ ഇങ്ങനെ റോഡിൽ കയറി അങ്ങ് നിൽക്കും. നമ്മൾ വേണേലും നമ്മളിങ്ങനെ ഒതുങ്ങി പൊക്കോണം. ഇവിടെ പിന്നെ യുദ്ധഭൂമി ആയിരിക്കും. യുദ്ധഭൂമി തൊട്ട് കഴിഞ്ഞാൽ തൊട്ടവന്റെ കൈയോ ഒരു വെട്ട്. ആവശ്യം പോലെ സ്ഥലമാണ്, ഇത്രമാത്രം സ്ഥലം. ഇതാണ് ഇവിടുത്തെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. കാടാണെന്ന് വെച്ചാൽ കാടല്ല, എന്നാ വയലാണെന്ന് വെച്ചാൽ വയലല്ല, മിക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ. നല്ല രസമാണ്. നമ്മള് എനിക്ക് പല സ്ഥലങ്ങളും കാണുമ്പോഴത്തേക്കും നമ്മളെ തേന്മാവിൻ കൊമ്പത്ത് സിനിമയ്ക്കകത്തുള്ള ഒരു ലൊക്കേഷൻ പോലെ അല്ലേ, ആ ഒരു സാധനം തോന്നിയിട്ടുണ്ട്. റോഡിലോട്ട് വരുമ്പോ പിന്നെ പോയി. നമ്മളിപ്പോ പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് പ്ലാൻ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, വാരണാസി എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ
അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു ഇഷ്ടമുള്ളൊരു പ്ലേസ് ആണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണണം എന്നൊക്കെയുള്ള ഒരാഗ്രഹമുള്ള ഒരു പ്ലേസ് ആണ്. നിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് വാരണാസി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഏറ്റവും കൂടുതൽ വാരണാസിയിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്പം കൂടെ ശബ്ദത്തിൽ പറ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ടെമ്പിൾ സിറ്റി, ആവശ്യം പോലെ കാണാൻ വേണ്ടിയിട്ട് എത്രയോ കൊല്ലം പഴക്കമുള്ള ടെമ്പിളുകളും ബിൽഡിങ്ങുകളും അവിടുത്തെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് നമ്മൾ കാണാൻ തോന്നുന്ന സാധനമാണ് മെയിനായിട്ട്. പിന്നെ ഈ ബോഡി കത്തിക്കുന്നത് മനുഷ്യന് ഒരു വിലയും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന കുറെ സാധനങ്ങൾ കാണാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ. ഇതൊക്കെ നമ്മുടെ കേട്ടറിവാണ്. ഇനി അവിടെ പോയിട്ട് നേരിട്ട് പോയി കണ്ടാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്ക് നമ്മുടെ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ശിവന്റെ അമ്പലം എന്നുള്ള ഒരു സംഭവത്തിൽ ഈ കടം കയറി മുടിഞ്ഞ് പണ്ടാറടങ്ങി നിൽക്കുന്ന ആൾക്കാർ, ഞാൻ എല്ലാം വാരിക്കെട്ടി കാശിക്ക് പോകണം, എന്നെ അന്വേഷിച്ച് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നാട് വിടുന്ന കുറേ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതും, അതുപോലെ ഈ സിനിമയിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഫാലിം ഈ സിനിമയിലാണെന്നുള്ള അവർ ഫാലിമിൽ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലെങ്കിലും പോകണമെന്ന് തോന്നുന്നു. പിന്നെ മെയിനായിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ലോകരാജ്യങ്ങൾ കണ്ടിട്ടും ഇന്ത്യയിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ ആരും അത് കാണാതെ പോകരുത് എന്നുള്ള ഒരു സംഭവം പറഞ്ഞായിരുന്നു. അത് എനിക്ക് കുറച്ച് ഹൈപ്പ് കയറുന്നത് പോലെ തോന്നി. കാരണം എത്രയോ ലോകരാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച് അവിടുത്തെ ഓരോ സംസ്കാരം, അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ച് അത് നമുക്ക് ഇത്രയും ഇതായിട്ട് അവതരിപ്പിച്ച് തരുന്ന ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ആദ്യം നമ്മൾ ഇന്ത്യയിലെ വാരണാസി എന്തെന്ന് പഠിച്ചതിന് ശേഷം പുറത്തോട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു മൊമെന്റ് ഇല്ലേ, എന്തുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞു എന്ന് തോന്നിക്കാൻ, അതൊന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എനിക്കത് തോന്നിയത്. ചരിത്രം ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ ഡിഫറെന്റ് കൾച്ചർ, പല വിശ്വാസങ്ങൾ, അതൊക്കെ കൊണ്ടായിരിക്കും അല്ലേ. പിന്നെ അല്ലെ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ആ ചരിത്രമായിട്ടൊന്നും വലിയ അറിയില്ല. ചരിത്രം എന്തായിരുന്നു, അവിടെ എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ പഴയ കുറച്ച് ബിൽഡിങ്ങുകൾ, ഇത്രയും നൂറ്റാണ്ട് മുന്നേ ഒക്കെ ഉള്ള ബിൽഡിംഗ് ആണല്ലോ ഇപ്പോഴും അവിടെ ഉള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നത്. കുട്ടു പറ, എന്താണ് വാരണാസി ശബ്ദത്തിൽ പറയൂ. ഞാനും ഇതേപോലെ വ്ളോഗേഴ്സ് ചെയ്യുന്നതും ഈ പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങര ചേട്ടൻ പറഞ്ഞതൊക്കെ കേട്ടാണ് ഞാനും. പിന്നെ ഞാനും പൊതുവെ ഒരുവിധം ട്രാവൽ ചെയ്യുന്ന ഒരാളായത് കൊണ്ടും കാണണം എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് വാരണാസി എന്ന് പറയുന്നത്. പിന്നെ പൊതുവെ പിന്നെ ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഗംഗാരതി എന്ന് പറയുന്നത് ഒരു നല്ല ഒരു കാണേണ്ട ഒരു സാധനമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാണേണ്ടതാണ് എന്ന് ഒരു പോയിന്റ് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു ക്രൗഡായിരിക്കും, പക്ഷെ കാണേണ്ട സാധനമാണ്. അത് ദീപാവലി കഴിഞ്ഞ് 15 ദിവസം 20 ദിവസം അങ്ങനെ എന്തോ ഒരു ഡേറ്റ് ഉണ്ട്. അത് ആ സമയത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അവിടുത്തെ ആൾക്കാരെ വിശ്വസിക്കുന്നത് ദേവന്മാരെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഈ ദേവദീപാവലിയുടെ അന്നത്തെ ദിവസം ഈ ഗംഗാ തീരത്ത് എല്ലാ ഹട്ടുകളിലും എല്ലാ സ്ഥലങ്ങളിലും അത് ഏതൊക്കെ റൂട്ടിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നു അവിടെ എല്ലാം ഈ ഗംഗാ ആരതി എന്ന് പറയുന്ന ഒരു പൂജ അല്ലെങ്കിൽ ഒരു ചടങ്ങ് അത് നടക്കുന്നുണ്ട്. അത് മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്ലാനിൽ ഈ 13, 14, 15, 16 അങ്ങനെയുള്ള ദിവസങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചത്. ക്രൗഡിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു ചെറിയ പേടി. നമുക്ക് വേണ്ട രീതിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് ചെറിയൊരു ടെൻഷനുണ്ട്. നമ്മളൊരു പ്രതീക്ഷ. അത് മാത്രമല്ല, നമ്മൾ നോർമലായിട്ട് പറഞ്ഞല്ലോ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഒക്കെ പോകുമ്പോൾ തന്നെ റൂമിന്റെ കാര്യത്തിൽ തന്നെ നമ്മളെ പറ്റിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഇത്രയും തിരക്ക് കൂടി ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ സീസൺ കൂടെ ആകുമ്പോഴത്തേക്കും പറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഒരു ബഡ്ജറ്റ് എല്ലാം ചിലപ്പോൾ മാറും. ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തു. പോണതിന് മുമ്പ് എന്തായാലും കുറച്ച് വീഡിയോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടു വെച്ച് അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ അവിടെ ചെന്ന് എന്തെങ്കിലും ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴാണ് അവിടെ പറഞ്ഞത് നോർമൽ ടൈമിൽ അവിടെ ഈ ഗംഗ ആരതി നടക്കുന്ന സമയത്ത് ഹട്ടിലേക്ക് ബോട്ടിങ് പോയിട്ട് നമ്മളെ കൊണ്ട് കാണിക്കുന്നതിന് 500 രൂപയാണ്. എന്നാൽ അതിപ്പോ ഏകദേശം ഈ ഒരു സമയം ആവുമ്പോൾ 2500 രൂപയ്ക്ക് അടുത്തുവരെ അത് പോകുന്നുമുണ്ട്. ഒരു സീസണാണ്. മറ്റേ
ഏതൊരു സിനിമയിൽ പറയല്ലേ ഈ ദീപാവലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പടക്കക്കാർക്ക് ചാകരയാണെന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പൊ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് വാരണാസിയിലുള്ള ഈ കച്ചവടക്കാർക്കും അതൊരു ചാകരയാണെന്ന് തോന്നുന്നു. ഒരു വലിയൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ. മൊത്തം ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസ്. അത് ഭയങ്കര ഒരു ബിസിനസ് സെന്റർ എന്ന് പറയാം. ബിസിനസ് സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനും ഏതിനും ബിസിനസ്. വിശ്വാസത്തിനെ കാശാക്കുന്ന വേണമെങ്കിൽ പറയാം. ഇങ്ങോട്ടുള്ള ഏരിയകൾ മൊത്തം ഈ ടൈമിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. നമ്മളിങ്ങനെ ഇന്നലെ വരുന്ന വഴിയിൽ തന്നെ എല്ലാരും ആൾക്കാരെല്ലാരും റോഡില് നട റോഡില് അത് നമ്മള് ചെയ്യുമല്ലോ, നമ്മളവിടെ ചെയ്യുമ്പോലെ നമ്മള് ജസ്റ്റ് കളിക്കൊക്കെ അങ്ങനെ കാണിക്കുന്നു. പക്ഷെ ഇവിടെ കാണിക്കുന്നത് പക്കാ ഡേഞ്ചർ ആയിട്ടാണ്. പറയാതിരിക്കാൻ വയ്യാതെ. അതായത് നമുക്ക് ഇന്നലെ ചാർജ് കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് ഒരിടത്ത് പോയിട്ട് അത് ചാർജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് അകത്തോട്ട് കയറി ഒരിടത്ത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പോയപ്പോഴാണ് റോഡിന്റെ അപ്പുറവും ഇപ്പുറവും 2 വീട്ടുകാര് എന്തോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന പോലെയാണ്. ഇവിടെ നിന്ന് ഒരു ഗുണ്ടിടുന്നു, അവിടെ നിന്ന് ഒരു പടക്കം ഇടുന്നു, അവിടെ നിന്ന് വീണ്ടും ഗുണ്ടിടുന്നു. നമ്മളല്ലാതെ ഈ യൂട്യൂബിലും റീൽസിലൊക്കെ നമ്മളിങ്ങനെ മറ്റേ നമ്മള് ഓപ്പോസിറ്റ് നിന്ന് പയ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ട് അതേ കണ്ടിട്ടുള്ളൂ. ഇന്നലെ ലൈവ് കണ്ടു. നമ്മുടെ ഇതെടുത്ത് എറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെയിറ്റ് ചെയ്തിട്ട് ഒരു ബസ്സോ അല്ലെങ്കിൽ ലോറിയോ എന്തെങ്കിലും പാസ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ അറിയണത് ഏതൊക്കെ ആക്റ്റീവേര് അടി കിടന്നൊക്കെ അമിട്ട് പൊട്ടി. പറയണ ശരിയാണെന്നാണ്. കുറച്ച് മണ്ടന്മാർ ഇത്തിരി കൂടുതലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നി ഇവിടെ വന്നപ്പോ. എനിക്ക് തോന്നിയില്ലേ ഡേഞ്ചർ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇവര് ഭയങ്കര സില്ലി ആയിട്ടാണ് ഇവര് കാണുന്നത്. പിന്നെ എല്ലാവർക്കും ഹിന്ദി മാത്രമേ അറിയാം. ഹിന്ദിയാണോ അത് ഹിന്ദി മാത്രമല്ല, ഉൾഗ്രാമത്തിലെ ഹിന്ദിയാണെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉൾഗ്രാമത്തിലെ ഹിന്ദി ഇതിനകത്ത് മറാഠിയോ ബംഗാളിയോ ഏതൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അവർക്ക് ഒറ്റ ആൾക്കാർക്ക് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹിന്ദി വലിയ പിടുത്തം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇപ്പം എന്താ തമിഴ്നാട്ടിലാണെങ്കിൽ നമ്മൾ തമിഴ് അറിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇംഗ്ലീഷോ ഹിന്ദി എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ നോക്കുള്ളൂ. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് പരിപാടി നടക്കുന്ന പരിപാടിയില്ല. അവർക്കറിയാവുന്ന ഭാഷ നമ്മൾ പറഞ്ഞോണം. ഇവിടുത്തെ പോലീസുകാർക്ക് പോലും ഇംഗ്ലീഷ് അറിഞ്ഞോ. അതാണ് ഏറ്റവും വലിയ കോമഡി. കഴിഞ്ഞ ദിവസം രാവിലെ വന്ന സമയത്ത് പോലീസ് പിടിച്ചു നിർത്തിയിട്ട് ചെക്കിംഗ് ആണ്. ഇലക്ഷൻ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തി ഞങ്ങള് ഇറങ്ങി ചെക്കിംഗ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങള് സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഹിന്ദി പ്രോപ്പർ ഹിന്ദി അല്ല വേറെ ഏതോ ഭാഷ പറഞ്ഞു. ഞാൻ തിരിച്ച് ഇംഗ്ലീഷ് അറിയാമോ ചോദിച്ചാൽ പൊക്കോന്ന് പറഞ്ഞു. ഉടനെ തുറക്കുന്ന വേണ്ട പൊക്കോന്ന് പറഞ്ഞു. ബാഗില് ഡിക്കി തുറന്നിട്ട് സാർ ഡോയിനോ ഇംഗ്ലീഷ് എന്ന് ഇത്രേ ചോദിച്ചുള്ളൂ. ഇംഗ്ലീഷ് ജാവോ അത്ര തന്നെ, വേറെ ഒന്നും ഇല്ല അവിടെ. വേറൊരു കാര്യം, ഇവിടെ ഉള്ള ആൾക്കാർ ഇപ്പോഴും ബ്രഷ് ചെയ്യുന്നത് പഴയ ഒരു രീതിക്കാണ്. എല്ലാവർക്കും ഒരു 50% പേര് മാവല പോലത്തെ ഒരു സംഭവം ഒത്തിരി പേര്, ഒരു 50% പേര് നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അല്ലെ, എനിക്ക് അത് ചിലപ്പോ എനിക്ക് തോന്നുന്നത് എന്തെന്ന് പറഞ്ഞാലേ ഈ പിടിച്ചിരിക്കുന്ന കറ മാറ്റാൻ വേണ്ടിട്ടേ ഇവിടെ എല്ലാം പാൻ പരാഗ് വണ്ടിയാണ്. പാൻ പരാഗ് പോലത്തെ പാൻ മസാല വണ്ടിയാണ് എല്ലാം. സ്ത്രീയെന്നോ കുട്ടിയെന്നോ വലുതോ ചെറുതോ അങ്ങനെയൊന്നുമില്ല. എല്ലാ ആൾക്കാർക്കും എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ഇവര് ചവച്ച് തുപ്പി സോറി വീണ്ടും വെയിൽ വന്നതാണ്. ഭയങ്കരമായിട്ട് ഇവര് ഒരു ലോറി കയറി പോകാൻ പോലും പറ്റാത്ത രീതിക്കാണ് ഇവിടെയൊക്കെ കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം പോയിന്റ്. ഇതൊന്നും പറഞ്ഞോട്ടെ. ഇത് തുപ്പി ഇങ്ങനെ നടക്കുന്നുണ്ട്. ചിലപ്പോ അത് ഇനി കുത്തി ഇളക്കി കളയാനായിരിക്കും ഇവര് ബ്രഷിൽ പോകൂലായിരിക്കും. അത് പോകണമെന്നുണ്ടെങ്കിൽ പായലൊക്കെ ക്ലീൻ ചെയ്യണം. മറ്റേ കമ്പി ബ്രഷില്ലേ അതൊക്കെ ഇട്ടേ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവര് ഇതിട്ട് കമ്പിട്ട് കുത്തി എന്താ പറയാ, നമ്മള് ടെമ്പിൾ ആണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ സ്ഥലത്തും തുപ്പുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ഇന്ന സ്ഥലമൊന്നും ഇല്ല. എവിടെ വേണമെങ്കിലും തുപ്പിയാണ് പോണത്. അത് വളരെ മോശമായിട്ട്. നല്ല വൃത്തിയായിട്ട് നോക്കേണ്ട അമ്പലങ്ങളും പള്ളിയിലും വരാം. എന്തോ പുഴ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി മനസ്സിലാക്കാൻ പറ്റില്ല ചില സ്ഥലത്ത്. വളരെ കുറവാണ്. ഒരു വീട് കഴിഞ്ഞ് പിന്നെ കുറെ ദൂരം കഴിഞ്ഞ് അടുത്തൊരു വീട്. ഇവിടുത്തെ ലോറിയുടെ എണ്ണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വയലൊക്കെ നല്ല പറ്റി വരച്ചു കിടക്കും. മഴ ഇല്ലാന്നോണ് കണ്ടിട്ട് കുറവാ. നമുക്ക്
നമുക്ക് അവിടെ ചിറാപ്പുഞ്ചി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മഴ നമ്മൾ ഒന്നും മഴയല്ല, ഇവിടുത്തെ വെയിലും മഞ്ഞും ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അല്ലാതെ ഒന്നും കാണുന്നില്ല. നാട്ടിലോട്ട് വിളിക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ മഴ തകർക്കണം. ഇപ്പം ഇല്ലേ നാട്ടിൽ മഴ എന്നല്ലേ പറഞ്ഞത്? കൊള്ളാം. അതൊക്കെ ഇവിടെ പെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അവിടെ വലിയ ഉപയോഗമൊന്നുമില്ല, കൃഷിക്കൊന്നും ആരും അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ എല്ലായിടത്തും ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നിടത്തല്ല ഹൈവേക്ക് 2 സൈഡിലും കൃഷി, മെയിൻ കൃഷി. ഇവിടെ എന്തൊക്കെയോ പയറാണ്, എന്തോ ചോളം, ഇതൊക്കെ ഇങ്ങനെ പൊടി പോലത്തെ രീതിക്കൊക്കെ ആക്കി ഈ റോഡിന്റെ സൈഡിൽ കൊണ്ടങ്ങ് വിരിച്ച് തട്ടി നിരത്തിയിട്ടേക്കുന്നു ഉണക്കാൻ വേണ്ടിയിട്ട്. നെല്ലല്ല എന്തായാലും നെല്ലല്ല, വേറെ എന്തോ ഒരു സാധനം. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞൂടാ. അത് അങ്ങനെയുള്ള കുറെ ഏറ്റവും കൂടുതൽ കണ്ടത് അത് തന്നെയാണ്. അപ്പോൾ ഇനി ഇപ്പം തന്നെ ഏകദേശം 10-15 മിനിറ്റായി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അങ്ങനെ നമുക്ക് ഇനി വാരണാസിയിലെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമ്മൾ അങ്ങനെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന വഴിയിലെ കാര്യങ്ങൾ, കണ്ട കാഴ്ചകൾ തന്നെ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത് വാരണാസി ചെന്നിട്ട് എന്താണ് അവിടെ റോഡിൽ കുറച്ചുകൂടെ കാണിച്ചു തരാം. ഇന്നലെയൊക്കെ ജസ്റ്റ് മിസ്സായിരുന്നു. ഇതേപോലെ ഡിവൈഡറിന് അപ്പുറത്ത് അവർക്ക് പോകുള്ളത്, ഇതുവഴി കയറി വന്നത് ബസ്സും ലോറിയാണ്. ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജീവൻ നമ്മളെ കൈ പിടിച്ച് ഓടിച്ചു വേണം. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. നിങ്ങൾ തന്നെ കണ്ടു നോക്കും. ഈ ടോൾ കൊടുത്തിട്ട് നമ്മൾ ഓടുന്ന റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അതെ ടോൾ അത് ചെറിയ എമൗണ്ടൊന്നും അല്ല, നല്ല എമൗണ്ട്. ഇതാണ് റോഡിന് വീതി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതാണ് അവസ്ഥ. എല്ലാ സ്ഥലത്തും ടോളാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര രൂപയാവും, എങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റ് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഒരു 2000 രൂപ നമുക്ക് ടോളിന് കൊടുക്കാമെന്നുള്ള രീതിക്കാണ് ബഡ്ജറ്റ് ഇട്ടത്. ഇത് 2000 അല്ല, അതിൻ്റെ ഇരട്ടിയായിട്ടും ഇത് ടോളിന് മാത്രം ഒരു ഇതുമില്ല. പക്ഷേ എന്നാൽ നമുക്ക് വേണമെങ്കിൽ ടോൾ അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡുകളും ഇവിടെ ഉണ്ട്. അത് പക്ഷേ സേഫ് അല്ല എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ചാടി വീണ് കുത്തിന് പിടിച്ച് പൈസ കൊണ്ടുപോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൈസയേക്കാൾ വലുതല്ലല്ലോ ജീവൻ. തെറ്റിയ ഇല്ലല്ല, കറക്റ്റാണ്. നമ്മൾ പൈസ പോകുമെന്ന് വിചാരിച്ചിരുന്ന കാര്യമില്ല. വെറുതെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവേണ്ട ആവശ്യമില്ലേ. കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ല വീടുകൾ വന്നാലായി. ബാക്കി കൃഷി സ്ഥലം ഇവിടുത്തെ പിള്ളേർ സ്കൂളിൽ പോകണമല്ലോ കണ്ടായിരുന്നു. ഇവിടുത്തെ പിള്ളേരല്ല സ്കൂളിൽ പോകണമല്ലോ കണ്ടിട്ടുണ്ട്. ഇതെന്തോ ഒരു ചെറിയ സ്കൂളാണ്, പകുതി കഴിഞ്ഞു പോയി. ഇത് കാണാൻ എനിക്ക് മറ്റേ ക്രേസി ഗോപാലിന്റെ ജനലൊന്നും ഇല്ലാത്ത കുറെ വീടുകളുണ്ടല്ലോ. ഗോപാലൻ പണിയത് വീട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോവാം. പ്രത്യേകിച്ച് വേറെ എഡിറ്റ് ചെയ്ത് മറ്റേ ഇൻട്രോ ഒക്കെ കൊടുക്കാനോ ഒന്നിനും ഉള്ള സാഹചര്യം നമുക്കില്ല ഇപ്പോൾ. അത് കാരണം കുറച്ച് വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, കുറച്ച് വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ കുട്ടു. ബൈ. നീ എവിടെ? ബാക്കി കുറെ പേര് നല്ല ഉറക്കം. ബൈ.